അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നല്ല മഴയാണ്. കനത്ത മഴയിൽ തൃപ്പൂണിത്തുറയിൽ വെള്ളക്കെട്ടാണ്. ഇടംപാടത്ത് നിരവധി വീടുകളിൽ വെള്ളം കയറി. താഴ്ന്ന പ്രദേശങ്ങളിൽ രൂക്ഷമായ വെള്ളക്കെട്ടാണ്. ആളുകളൊക്കെ ബുദ്ധിമുട്ട് തുടങ്ങി എന്ന് തോന്നുന്നു. സജോ ദേവസ്യയുടെ കൂടുതൽ വിവരങ്ങളുമായി. സജോ, എന്താണ് പൊതുവെ വെള്ളക്കെട്ടിൻ്റെയൊക്കെ ഒരു അവസ്ഥ? മഴ കനക്കുകയാണോ? മഴ അല്പം ദുർബലമാവുന്നുണ്ടോ? വെള്ളക്കെട്ടിലൂടെ നീന്തി വേണോ പുറത്തു പോകാൻ? കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകാൻ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടോ സജോ? ഡോക്ടർ അരുൺകുമാർ, മഴയുടെ ശക്തി ഒരു അല്പം കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ അന്തരീക്ഷം മേഘാവൃതമാണ്. ഇടപെട്ട ശക്തമായ മഴയുണ്ട്. ഞാൻ തൃപ്പൂണിത്തുറ ഇടംപാടത്തുള്ള ഒരു വീട്ടിലാണ്. ഈ വീടിന്റെ മുറ്റത്ത് നമുക്ക് കാണാം വെള്ളക്കെട്ട്, വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. വീട്ടിലേക്ക് കയറണമെങ്കിൽ നീന്തി കയറേണ്ട അവസ്ഥയാണ്. ഈ വീടിന്റെ അകത്തെ അവസ്ഥ അതിലും കഷ്ടമാണ്. ഇവിടെയുള്ള ആളുകൾക്ക് എങ്ങനെ ഇതിനകത്ത് താമസിക്കുമെന്നതാണ് അവസ്ഥ. അതിൽ പക്ഷേ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ജലനിർഗമന മാർഗങ്ങൾ സുഗമമാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ പരമാവധി ഉണ്ടാകില്ല എന്നതാണ് സത്യം. പക്ഷേ അങ്ങനെയല്ല സ്ഥിതി എന്നത് കാണേണ്ട ഒരു കാര്യമാണ്. ഇതൊരു വീടിന്റെ അകമാണ്. നമുക്ക് ഇവിടുത്തെ ചേട്ടനുണ്ട്. വീടിന്റെ അകത്ത് നിറച്ച വെള്ളം മുട്ടോളം വെള്ളം ഉണ്ടായിരുന്നു. ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. തന്നെ മുട്ടോളം വെള്ളം. അങ്ങോട്ട് മാർന്നു പോകാൻ ഇവിടെ ഒരു അല്പം താഴ്ന്ന പ്രദേശമാണ്. റോഡിനേക്കാൾ അല്പം താണ അത് റോഡ്. അടുക്കളയാണല്ലേ കാണുന്നത്? അടുക്കള. അവിടെ പാചകം ചെയ്യാൻ പറ്റില്ല. ഒരു അമ്മച്ചിയുണ്ട്. അമ്മച്ചി മുകളിലാണ്. അതെ അതെ അതെ, മുകളിൽ താമസിക്കും. മുകളിലിരിക്കും. അമ്മയ്ക്ക് താഴേക്ക് ഇറങ്ങാൻ പോലും പറ്റുന്നില്ല. ഒരു 2 നില വീടാണ്. അപ്പോൾ ഇവിടുത്തെ അവസ്ഥ ഇതുണ്ടോ? ഇവിടെ സെറ്റ് ഇതൊക്കെ നിറഞ്ഞിരിക്കുന്നു. ഇവിടെ TV യൂണിറ്റ് ഉണ്ട്. TV യൂണിറ്റിന്റെ ഒക്കെ ഒരു അവസ്ഥ ഞാൻ കാണിച്ചു തരാം. ഇതാ ഇവിടുത്തെ അവസ്ഥ നോക്കിയാൽ ഇത് TV യൂണിറ്റ് ഇപ്പോൾ വെള്ളത്തിലിരിക്കുന്ന അവസ്ഥയാണ്. ഇതാണ് ഇവിടുത്തെ സാഹചര്യം. ഈ അവസ്ഥ അതുപോലെ അവിടെ താമസിക്കേണ്ട മുറി ഒരു പൈപ്പ് ഇട്ടിട്ടുണ്ട്. പണ്ടൊക്കെ അത് അവിടുത്തെ തൊട്ടടുത്തുള്ള ആൾക്കാരൊക്കെ അടച്ചു വെച്ചിരിക്കുകയാണ്. കംപ്ലീറ്റ് ബ്ലോക്ക് ആയിട്ട്. അതിൽ മെയിനായിട്ട് പുതുതായിട്ട് ഒരാൾ വന്നാൽ അതാണ്. അതും നമുക്ക് കാണാം. ഡോക്ടർ അരുൺകുമാർ, ഇവിടെ മാത്രമല്ല ഇത് റോഡ്. ഇതിനകത്ത് പ്രശ്നം തൃപ്പൂണിത്തുറ നഗരസഭയാണ്. അവിടെ NDA ഭരിക്കുന്നുണ്ട്. ആ ഭരണസമിതിയോട് പറയാനുള്ളത് ഇതൊക്കെ കാണണം. കാരണം ഈ റോഡ് ഇവിടെ കുറച്ച് അല്പം പൊങ്ങിയിട്ടുള്ളത്. അപ്പോൾ ആ താഴ്ഭാഗത്തേക്കുള്ള ആളുകളുടെ അവസ്ഥ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. പോയാൽ താഴ്ഭാഗത്തേക്ക് താമസിക്കുന്ന ആളുകളുടെ അവസ്ഥ വിശദീകരിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. ഇങ്ങോട്ടേക്ക് പോയാൽ ഇതും കൂടെ ഞാൻ പെട്ടെന്ന് ഈ ദൃശ്യങ്ങൾ കൂടി കാണിച്ചാൽ, ചേട്ടാ ഇതിലല്ലേ പോകേണ്ടത്? ഉണ്ടോ? ഇതാ ഇവിടുത്തെ അവസ്ഥ. ഇത് കുറേയധികം വീടുകൾ ഇങ്ങോട്ടുണ്ട്. ഇവിടെ താമസിക്കുന്ന ആളുകളുടെ അവസ്ഥ ഇതാ. ഈ ചേട്ടൻ അങ്ങോട്ടേക്ക് നടന്നു പോയി. ഇതുവഴി നടന്നു പോകാൻ പറ്റാത്ത സാഹചര്യമാണ്. അങ്ങോട്ട് കുറേ വീടുകളുണ്ട്. അവർക്ക് കുട്ടികളുണ്ട്, മുതിർന്നവരുണ്ട്, പ്രായമായവരുണ്ട്. അങ്ങോട്ടേക്കുള്ള വീടുകളിൽ മുഴുവൻ വെള്ളം കയറി കിടക്കണം. ഈ വെള്ളം കടന്നു വേണോ അവർക്ക് റോഡിലോട്ട് എത്താൻ? ഇതാ ഈ ചേട്ടൻ ഇപ്പോൾ ഇതാണ്, ഇതുവഴിയാണ്. ഇങ്ങനെ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെയാണ് ഇവർ പുറത്തേക്ക് ഇറങ്ങുന്ന അവസ്ഥ. പ്രായമായവരുടെ അവസ്ഥ, കുട്ടികളുടെ അവസ്ഥ ചിന്തിച്ചു നോക്കും. അപ്പോൾ തൃപ്പൂണിത്തുറ നഗരസഭ NDA ഭരണമൊക്കെ ഏറ്റെടുത്തതാണ്. അവരോട് പറയാനുള്ളത് എന്തുകൊണ്ട് ശ്രദ്ധയിൽപ്പെടുന്നില്ല? ഇവിടെ കൃത്യമായ മുന്നൊരുക്കം നടത്തിയാൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. ഈ അടച്ചു വെച്ച പൈപ്പ് ഉണ്ടോ, വെള്ളം പോകാൻ മാർഗമുണ്ട്. അപ്പോൾ ഇവിടെ മുട്ടപ്പം വെള്ളം. തിരുവനന്തപുരത്തും കോർപ്പറേഷനിലും വെള്ളക്കെട്ട്, തൃപ്പൂണിത്തുറയിൽ വെള്ളക്കെട്ട്. ഇതെന്താണ് സംഭവിക്കുന്നത്? NDA നേതൃത്വത്തിൽ ഭരണപരിചയത്തിന്റെ പ്രശ്നമാണോ? അതാ നോക്കൂ, വെള്ളക്കെട്ടിലൂടെയാണ് രണ്ടുപേര് പോകുന്നത്. എന്താണ് അവസ്ഥ? ഞങ്ങളുടെ റിപ്പോർട്ടറുണ്ട്, നമ്മുടെ ചേട്ടനുമുണ്ട്. നീന്തി പോകുന്ന അവസ്ഥയാണ്. ഒട്ടോളം വെള്ളമുണ്ട് പലയിടത്തും. കുഞ്ഞുങ്ങളൊക്കെ രാവിലെ സ്കൂളിൽ പോകുമ്പോൾ യൂണിഫോമൊക്കെ ഇട്ട് എങ്ങനെ ഇതുവഴി പോകും? അപ്പോൾ നോക്കൂ, വീട്ടിലേക്കൊക്കെ വെള്ളം കയറിയിരിക്കുന്ന അവസ്ഥയാണ്. പലയിടത്തും താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലായിരിക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കാലിലൊക്കെ ഇനിയിപ്പോൾ അങ്ങോട്ട് വളങ്കടി ഉണ്ടാവും. വീടിൻ്റെ മുറ്റമാണ് ഈ കാണുന്നത്. ഇതാണ് ഒരു മഴ പെയ്താലുള്ള അവസ്ഥയാണ്. മോട്ടറൊക്കെ ഒരു പരുവായി. കുറച്ചുകൂടി പൊങ്ങിയ മോട്ടറും കൂടി വെള്ളത്തിനടിയിലാവുന്ന അവസ്ഥയാണ്. വീടിനുള്ളിൽ വെള്ളം, അടുക്കളയിൽ വെള്ളം. ഇനി ടോയ്ലറ്റൊക്കെ എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കൂ. എത്രമാത്രം ബുദ്ധിമുട്ടായിരിക്കുമെന്നേ ഈ മഴയത്ത് ഈ വെള്ളമുള്ള ഈ ഭാഗത്തൂടിയൊക്കെ നടന്നു പോവുക എന്നൊക്കെ പറഞ്ഞത്. രാവിലെ സ്കൂളിലേക്കൊക്കെ ഈ കുട്ടികൾ എങ്ങനെ പോവും? യൂണിഫോമൊക്കെ ഇട്ട്, ഷൂ ഒക്കെ ഇട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതാണ് അവസ്ഥയെങ്കിൽ നോക്കൂ, ഒരു വീടിൻ്റെ സിറ്റൗട്ടാണ് ഈ കാണുന്നത്. തൃപ്പൂണിത്തുറയിലാണ് ഈ സംഭവം. നേരത്തെ തിരുവനന്തപുരത്ത് സമാനമായ അവസ്ഥയിൽ വെള്ളം കയറുന്നത് നമ്മൾ കണ്ടു. ഇപ്പോൾ തൃപ്പൂണിത്തുറയിലും വെള്ളം കയറുകയാണ്. ഇതെന്താണ് സംഭവം പിടികിട്ടുന്നില്ല. ഇതാ നോക്കൂ, വീടിൻ്റെ സിറ്റൗട്ടിൽ നിന്ന് മുമ്പിലേക്ക് വരുമ്പോഴാണ്. എപ്പോഴാണ് വെള്ളം കയറി തുടങ്ങിയത് സജോ? ഇന്നലെ രാത്രിയൊന്നും ഇവർ ഉറങ്ങിയില്ലേ? ഈ ചേട്ടൻ കൂടി നമ്മളോടൊപ്പം ചേരുന്നത് ഡോക്ടർ അരുൺകുമാർ, നോക്കൂ ഇവിടുത്തെ അവസ്ഥ. ഈ വീട്ടിൽ മുട്ടപ്പം വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് വെള്ളം കുറഞ്ഞാണ്, മഴയൊന്ന് കുറഞ്ഞപ്പോൾ. വല്ലാത്തൊരവസ്ഥയാണല്ലേ ചേട്ടാ. ഇതാ ഇവിടെ കിടക്കുന്നു. ഈ ചേട്ടൻ ഇത് കാണിച്ചു തരികയാണ്. കാര്യം ഇവിടെയാണ് ഈ ചേട്ടൻ കിടന്നുറങ്ങേണ്ട സ്ഥലമാണ്. കട്ടിൽ എന്തൊരു കഷ്ടപ്പെടുത്തി ഞങ്ങൾ. ഞാൻ എത്ര പ്രാവശ്യം മുനിസിപ്പാലിറ്റി പോയിരുന്നു സാറേ, എന്നിട്ട് അവർ നീതി തരുന്നില്ല. അത് ഹൈക്കോടതി ഇട്ട പൈപ്പാണത്. എന്നിട്ട് അവർ നീതി തരുന്നില്ല. എത്ര പ്രാവശ്യം ഞാൻ ചെന്നു. ഇപ്പൊ പൊട്ടിക്കാൻ, നാളെ പൊട്ടിക്കാൻ എന്നെ കഷ്ടപ്പെടുത്താം. എനിക്ക് ഒന്നാമത് വയ്യ. ഇവിടെ ചേട്ടൻ്റെ പേരൊന്ന് പറഞ്ഞു. എൻ്റെ പേര് രാജു. എനിക്ക് വയ്യ, തീരെ വയ്യ.
ചേട്ടൻ മാത്രമാണ് ഇവിടെ താമസിക്കുന്നത്? വൈഫുണ്ട്. അവള് മരണം വീട്ടിൽ പോയിരിക്കാം, അമ്മ മരിച്ചിട്ട് അതിനുവേണ്ടി പോയിരിക്കാം. എത്ര പ്രാവശ്യം പറഞ്ഞു സാറേ? എപ്പോഴും പറഞ്ഞു ഈ പൈപ്പ് മാറ്റണം, ഇവിടെ അല്ലെങ്കിൽ വെള്ളം പോകാൻ സംവിധാനം ഒരുക്കണം, അല്ലെങ്കിൽ പൈപ്പ് തുറന്നു വിടണം. ഹൈക്കോടതി വഴി പൈപ്പ് ഇട്ടതാണ്. ആ പൈപ്പ് ഒരു വ്യക്തി അടച്ചു വെച്ചിരിക്കുകയാണ് കോൺക്രീറ്റ് ഇട്ട്. അതാണ് സംഭവം. ആ പൈപ്പ് നഗരസഭയിലെ ആളുകൾ ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഇടപെടണം. ചേട്ടന്റെ വീട്ടിലെ വെള്ളത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ചെറിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്, ചെറുതല്ലാത്തൊരു കാര്യമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ നോക്കൂ, വീട്ടുമുറ്റത്ത് ടെറസ് സിറ്റ് ഔട്ടില്, ഒപ്പം തന്നെ ഹാളില്, അടുക്കളയില് ഒക്കെ വെള്ളമാണ്. വെള്ളം വെള്ളം സർവത്ര എന്ന അവസ്ഥയാണ്. എന്തായാലും തൃപ്പൂണിത്തുറ നഗരസഭ അത് ശ്രദ്ധിക്കും എന്ന് കരുതുന്നു. സജു ദേവസിയാണ് നമുക്ക് സ്ഥലത്ത് നിന്നും ചേർന്നത്.